ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ സ്റ്റോറീസ് ബൈ ഹർഷാനിധി. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് കർണാടകയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ചെന്നകേശവ ക്ഷേത്രം വിസിറ്റ് ചെയ്യാനാണ്. ചെന്നകേശവ ക്ഷേത്രം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടെയാണ്. ഒരുപാട് കൊത്തുപണികളുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. പൊതുവെ നമ്മുടെ കേരളത്തിൽ ഇത്തരം ക്ഷേത്രങ്ങൾ അധികം കണ്ടിട്ടില്ല. ചെന്നകേശവ ക്ഷേത്രം വിസിറ്റ് ചെയ്തതിനു ശേഷം രണ്ടാമതായിട്ട് പ്ലാൻ ചെയ്യുന്നത് വെസ്റ്റേൺ ഗട്ട്സിലെ തന്നെ ഒരു ചെറിയ ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള സക്ലേഷ്പൂരാണ്. സക്ലേഷ്പൂരിന്റെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനുകളിലേക്കും കടക്കുന്നില്ല, വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് വിസിറ്റ് ചെയ്യുന്നത്. ഒരുപാട് കോഫി പ്ലാന്റേഷൻസ് ഒക്കെ ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സക്ലേഷ്പൂർ. നമ്മൾ വിസ്റ്റാഡം ട്രാവൽ എക്സ്പീരിയൻസിന്റെ ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ സക്ലേഷ്പൂരിന്റെ ഒരു റെയിൽവേ സ്റ്റേഷനും ചില ഏരിയകളെല്ലാം കാണിച്ചിരുന്നു. എന്നാൽ അതൊരു ട്രെയിൻ യാത്രയായിരുന്നു, ഇതൊരു റോഡ് ട്രിപ്പാണ്. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കാണാത്തവർ തീർച്ചയായും കാണണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. അതുമാത്രമല്ല, ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബാംഗ്ലൂരിൽ നിന്നും രാവിലെ 11 മണിയോട് കൂടിയാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. ആദ്യം നേരെ ബേലൂരിൽ സ്ഥിതി ചെയ്യുന്ന ചെന്നകേശവ ക്ഷേത്രം വിസിറ്റ് ചെയ്യുകയും ഇന്ന് രാത്രി അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചതിന് ശേഷം അടുത്ത ദിവസമാണ് സക്ലേഷ്പൂരിലേക്ക് ഒരു റോഡ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 220ഓളം കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരിൽ നിന്നും ചെന്നകേശവ ക്ഷേത്രത്തിലേക്ക്. 4 മണിക്കൂറോളം ഉള്ള യാത്രയുമുണ്ട്. എന്നാൽ വളരെ നല്ലതും തിരക്ക് കുറഞ്ഞതുമായിട്ടുള്ള റോഡുകളാണ്. ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെടുന്ന ധാരാളം ബസ്സുകൾ ഈ റൂട്ടിലൂടെ ഓടുന്നുണ്ട്. ബേലൂർ നഗരമധ്യത്തിൽ തന്നെയാണ് ചെന്നകേശവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സാധാരണ KSRTC യാത്രകളും നമുക്ക് ഈ റൂട്ടിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ബാംഗ്ലൂർ നഗരപരിധിയിൽ നിന്നും പുറത്തു കടക്കുന്നതോടുകൂടി സ്വിച്ചിട്ട പോലെയാണ് ഭൂപ്രകൃതിയിൽ മാറ്റങ്ങൾ വരുന്നത്. വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന റോഡുകളിൽ നിന്നും മാറി വിശാലമായ വഴികളും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന വഴിയോരങ്ങളിൽ നിന്നും മാറി കൃഷിയിടങ്ങളും കർഷക ഗ്രാമങ്ങളുമാണ് പിന്നീടുള്ള കാഴ്ചകൾ. പിന്നെ കണ്ണെത്താ ദൂരത്തോളം പച്ചവിരിച്ച് കിടക്കുന്ന ഒഴിഞ്ഞ ഇടങ്ങൾ. പോകുന്ന വഴിയോരങ്ങളിൽ ധാരാളമായി കാണാൻ സാധിച്ചത് ചോളത്തിന്റെ കൃഷിയിടങ്ങളാണ്. വൈകുന്നേരം 4:30 ഞങ്ങൾ ബേലൂരിൽ എത്തിച്ചേർന്നു. ഡിന്നറെല്ലാം കഴിഞ്ഞതിന് ശേഷം ബേലൂർ ടൗണിലൂടെ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങി. ഈ ക്ഷേത്രം ഒരു ചരിത്ര നിർമ്മിതിയായി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പൂജകളും ആഘോഷങ്ങളും എല്ലാം നടക്കുന്ന ഒരു സാധാരണ ക്ഷേത്രത്തിന്റെ രീതികൾ തന്നെയാണ് ഇവിടെയുള്ളത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരം വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന സാധാരണ ഒരു സൗത്ത് ഇന്ത്യൻ ക്ഷേത്ര നഗരം തന്നെയാണ് ബേലൂരും. ക്ഷേത്രം വിസിറ്റ് ചെയ്യാനായി ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരിടമാണിത്. മഹാബലിപുരത്ത് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് പോലുള്ള പലതരം കല്ലിൽ പണിത ശില്പങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. അങ്ങനെ ക്ഷേത്രഗോപുരത്തിന്റെയും നഗരത്തിന്റെയും എല്ലാം രാത്രി കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ അവിടെയെല്ലാം കുറച്ചു സമയം ചിലവഴിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ക്ഷേത്രം വിസിറ്റ് ചെയ്യാനായി ഇറങ്ങി. ചെറിയൊരു ക്ലൗഡി അന്തരീക്ഷമായിരുന്നു അന്നവിടെ. അമ്പലത്തിന് ചുറ്റുമായി ഒരുപാട് വെഹിക്കിൾ പാർക്കിംഗ് ഏരിയകളും ഉണ്ട്. അമ്പലത്തിന്റെ ഗോപുരം കടന്ന് അകത്തേക്ക് പോകുമ്പോൾ ഇതാണ് കാഴ്ച. ചെന്നകേശവ എന്ന വാക്കിനർത്ഥം സുന്ദരനായ വിഷ്ണു എന്നാണ്. പേരുപോലെ തന്നെ വിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അത്ഭുതപ്പെടുത്തുന്ന കൊത്തുപണികൾ കൊണ്ട് വളരെ പ്രശസ്തമാണ് ഈ ക്ഷേത്രം. വ്യത്യസ്തങ്ങളായ വാസ്തുവിദ്യാ ശൈലികളാണ് കർണാടകയിലെ ക്ഷേത്രങ്ങളിലുള്ളത്. കർണാടകയുടെ ക്ഷേത്രങ്ങളിൽ പ്രധാനമായും കണ്ടുവരുന്ന ആർക്കിടെക്ചറൽ സ്റ്റൈലുകളാണ് ചാലൂക്യ, ഹൊയ്സാല, വിജയനഗര, ദ്രാവിഡിയൻ, ഇൻഡോ ഇസ്ലാമിക്, കടമ്പ ശൈലികൾ. അതിലെ ഹൊയ്സാല ആർക്കിടെക്ചറിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ചെന്നകേശവ ക്ഷേത്രം. ഇതുപോലെ തന്നെ ആർക്കിടെക്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഹംപിയിലും ബാദാമിയിലും എല്ലാം ഉള്ളത്. ഹംപിയുടെയും ബാദാമിയുടെയും ട്രാവൽ ബ്ലോഗ് കാണാത്തവർക്കായി ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വിജയനഗര ആർക്കിടെക്ചറിലുള്ള ക്ഷേത്രങ്ങൾ ഹംപിയിലും ചാലൂക്യ ആർക്കിടെക്ചറിലുള്ള ക്ഷേത്രങ്ങൾ ബദാമിയിലും നമുക്ക് കാണാൻ സാധിക്കും.
ഒരാൾ പൊക്കത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ബേലൂരിൽ നിന്നും 16 കിലോമീറ്റർ മാറി ഹലേബീഡു എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഹൊയ്സാലേശ്വര ക്ഷേത്രവും ഹൊയ്സാല ആർക്കിടെക്ചറിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ബേലൂരിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഹൊയ്സാലേശ്വര ക്ഷേത്രവും വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. 11 മുതൽ 14 നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ ഹൊയ്സാല ആർക്കിടെക്ചർ. മുകളിൽ നിന്നും നോക്കുമ്പോൾ സ്റ്റാർ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ട് പ്ലാൻ ആണ് ഹൊയ്സാല ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക് പൊതുവായിട്ട് കാണുന്നത്. 103 വർഷങ്ങളെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 3 തലമുറകളാണ് ഈ ക്ഷേത്ര നിർമ്മാണ കാലഘട്ടത്തിൽ കടന്നുപോയത്. യാഗാച്ചി നദിയുടെ തീരത്ത് 12-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന കലാവിദ്യകളുടെയും രൂപങ്ങളുടെയും എല്ലാം മാതൃക ക്ഷേത്രത്തിന്റെ ചുറ്റുമായി കാണാൻ സാധിക്കും. അതിലേറ്റവും ശ്രദ്ധേയമായത് 12-ാം നൂറ്റാണ്ടിലെ നൃത്തങ്ങളും നൃത്തരൂപങ്ങളുമാണ്. അതിസുന്ദരികളായ സ്ത്രീകളുടെ രൂപങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ചുവരുകളിൽ ധാരാളമായി കൊത്തിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സ്ത്രീശില്പങ്ങളിലെല്ലാമായി 300-ലധികം ഹെയർ സ്റ്റൈലുകളും ഉണ്ട്. ഹൊയ്സാല രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്ന വിഷ്ണുവർദ്ധനനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഇവിടുത്തെ ഒട്ടുമിക്ക സ്ത്രീശില്പങ്ങൾക്കും വിഷ്ണുവർദ്ധനന്റെ പത്നിയായിരുന്ന ശന്തളാദേവിയുടെ സൗന്ദര്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. കർണാടകയിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തരമായ നിർമ്മിതികളിൽ ഒന്നായാണ് ഈ ചെന്നകേശവ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. 1117 ഉണ്ടായ യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിന്റെ വിജയസൂചകമായി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഹൊയ്സാലയുടെ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു ക്ഷേത്രം കൂടെയാണിത്. ഞങ്ങൾ ഈ ക്ഷേത്രം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ചെറിയ മഴയും വെയിലും മാറി മാറി വന്നിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നൃത്തം ചെയ്യുന്ന സ്ത്രീയുടെ വസ്ത്രത്തിലെ ചെറിയ ചുളിവുകൾ പോലും കല്ലിൽ അതിസൂക്ഷ്മമായി കൊത്തിയെടുത്തതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുത്തെ ശില്പങ്ങളുടെ ഫിനിഷിംഗ് എന്താണെന്ന്. പല തവണയായി നാശനഷ്ടങ്ങളും നേരിട്ടിട്ടുള്ള ഒരു ക്ഷേത്രം കൂടെയാണിത്. ജഗന്നാചാരി എന്നയാളായിരുന്നു ചെന്നകേശവ ക്ഷേത്രത്തിന്റെ മുഖ്യ ശില്പി. കർണാടകക്കാരുടെ പെരുന്തച്ചൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. നിർമ്മാണത്തിലെ പലതരം അത്ഭുതങ്ങൾ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാണുന്ന ഗ്രാവിറ്റി പില്ലർ. 42 അടി ഉയരവും 15 ടൺ ഭാരവുമുള്ള ഈ പില്ലറിന്റെ നടുഭാഗം മാത്രമാണ് ഭൂമിയിൽ സ്പർശിക്കുന്നുള്ളൂ. ഗുരുത്വാകർഷണം ഒറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 4 പ്രവേശന കവാടങ്ങളും 48 തൂണുകളും 64 മൂലകളുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. എന്തൊരു മനോഹരമായ കൊത്തുപണികളാണല്ലേ ഈ ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ കുറച്ചു സമയം നമ്മൾ സ്തംഭിച്ചൊന്ന് നിന്നു പോകുക തന്നെ ചെയ്യും. പിന്നെ അധികം കേട്ടിട്ടില്ലാത്ത ഇവിടുത്തെ ചരിത്രം ചെറുതായിട്ടൊന്ന് പഠിക്കാനും നമ്മൾ ശ്രമിക്കും. അങ്ങനെ യാത്രകളിലൂടെ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പഠിച്ചു പോകും. ക്ഷേത്രത്തിൻ്റെ ഓരോരോ വശങ്ങളിലും അതിശയിപ്പിക്കുന്നതും വിവിധ തരങ്ങളിലുമുള്ള കൊത്തുപണികളാണ്. ചില ഏരിയകളിൽ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ചുവരുകളും കണ്ടിരുന്നു. ഈ കൊത്തുപണികളെല്ലാം ചെയ്തു തീർക്കാൻ 100 വർഷവും മതിയാവില്ല. അഡ്വാൻസ്ഡ് ടെക്നോളജികളൊന്നുമില്ലാതിരുന്ന ആ കാലത്ത് ഇതുപോലുള്ള നിർമ്മിതികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇതിനു പുറകിൽ എന്തുമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. പക്ഷേ ആ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നൂറ്റാണ്ടിലും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായി ഇത്തരം ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്. നമുക്കൊരിക്കലും പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കില്ല ഇത്തരം കാഴ്ചകൾ. അത് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ദൂരെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ ക്ഷേത്രമായി തോന്നുമെങ്കിലും അടുത്തു വരുമ്പോഴാണ് അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്തുള്ള ചില കാഴ്ചകളിലേക്ക് കടക്കാം. ക്ഷേത്രത്തിനകത്തും അതിമനോഹരമായ കൊത്തുപണികൾ തന്നെയാണ്.
പ്രധാന വിഗ്രഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. വെളിച്ചം ശരിയായ രീതിയിൽ അകത്തേക്ക് കടക്കാനായി ചെറിയ ദ്വാരങ്ങളുള്ള ചുവരുകൾ. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. പുഷ്കരണി എന്നാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളങ്ങളെ പൊതുവായി പറയുന്നത്. വളരെ മനോഹരമായ സ്റ്റെപ്പ് വെൽ ഗണത്തിൽപ്പെടുന്ന ക്ഷേത്രക്കുളമാണിത്. അങ്ങനെ ഞങ്ങൾ ചെന്നകേശവ ക്ഷേത്രത്തോട് വിട പറഞ്ഞ് സക്ലേഷ്പൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സക്ലേഷ്പൂരിൻ്റെ ഡെസ്റ്റിനേഷനേക്കാൾ മനോഹരമാണ് അവിടേക്കുള്ള യാത്ര. വഴിയരികിൽ കാപ്പിത്തോട്ടങ്ങളാണ് പ്രധാന കാഴ്ച. കോഫി മാത്രമല്ല, ഏലക്ക, കുരുമുളക്, അടയ്ക്ക തോട്ടങ്ങളും ഇവിടെ ധാരാളമായി കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിച്ചേർന്നത് മഞ്ചാരാബാദ് ഫോർട്ടിലാണ്. സക്ലേഷ്പൂരിൻ്റെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ നക്ഷത്ര രൂപത്തിലുള്ള ഫോർട്ട്. ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ഉയരത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളെല്ലാം കയറാനുണ്ട്. ആയിരത്തി 1792 ഇസ്ലാമിക് ആൻഡ് ഫ്രഞ്ച് മിലിറ്ററി ആർക്കിടെക്ചറിലാണ് ടിപ്പു സുൽത്താൻ ഈ കോട്ട നിർമ്മിച്ചത്. തിങ്ങി നിറഞ്ഞ കാടിന് നടുവിലായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പിന് നടുവിലുള്ള ഈ നക്ഷത്ര ആകൃതി തന്നെയാണ് കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കോട്ടയ്ക്ക് നടുവിലായി പ്ലസ് ആകൃതിയിൽ ഒരു സ്റ്റെപ്പ് വെല്ലുമുണ്ട്. കോട്ടമതിലിലെ കല്ലുകൾക്കിടയിലുള്ള പച്ചപ്പായലുകളാണ് കോട്ടയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇതാണ് കോട്ടയുടെ പ്രധാന കവാടം. ഇതിലൂടെ നടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. നല്ല വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ഏരിയയാണ്. കുറച്ചുകൂടി മുകളിലേക്ക് കയറിയാൽ കോട്ടമതിലിൻ്റെ മുകളിൽ എത്താൻ സാധിക്കും. കോട്ടയ്ക്കകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കോട്ടയുടെ ആ ഒരു ഒക്ടഗണൽ ലേഔട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഹിൽ ടോപ്പിലായതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. കോട്ടമതിലിൽ നിന്നും നോക്കിയാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. മാംഗ്ലൂർ, കൂർഗ് ഭാഗങ്ങളിൽ നിന്നുള്ള ബ്രിട്ടീഷുകാരുടെ അധിനിവേശം ചെറുക്കാൻ വേണ്ടിയാണ് ടിപ്പു സുൽത്താൻ ഇങ്ങനൊരു ലൊക്കേഷനിൽ കോട്ട നിർമ്മിച്ചത്. 3420 അടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് കോട്ടയിലേക്കുള്ള പ്രവേശന സമയം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് കണ്ട ഒരു വാട്ടർഫോൾസാണിത്. ധൊനിഗൽ വാട്ടർഫോൾസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള വാട്ടർഫോൾസുകൾ സക്ലേഷ്പൂരിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ സേഫായി നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കുന്ന പല ചെറിയ വാട്ടർഫോൾസുകളും ഇവിടെയുണ്ട്. മഴ പെയ്യാനുള്ള നല്ല സാധ്യതയുള്ളതുകൊണ്ട് അധികം സമയം സക്ലേഷ്പൂരിൽ ചിലവഴിക്കാൻ പറ്റിയില്ല. പിന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയായിരുന്നു. തിരിച്ചു വരുന്ന വഴിയിലെ ചില മനോഹരമായ കാഴ്ചകളിലേക്ക് കടക്കാം. സക്ലേഷ്പൂരിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ സക്ലേഷ്പൂരിനോട് വിട പറയുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ചെറിയ യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. സക്ലേഷ്പൂരും ചെന്നകേശവ ക്ഷേത്രവും ഒക്കെ നിങ്ങൾ ഇതിനു മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. തിരിച്ചുള്ള യാത്രയിൽ നല്ല മഴയായിരുന്നു.
ബാംഗ്ലൂർ എത്തുന്നത് വരെ അതിശക്തമായ മഴ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ട്രാവൽ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.